നല്ലൊരു മോർണിംഗ് വീഡിയോ ഉണ്ടെന്നൊക്കെ വിചാരിച്ച് കിടന്ന് ഉറങ്ങിയതായിരുന്നു ഇന്നലെ. പക്ഷേ എണീറ്റ് വന്നപ്പോൾ നല്ല നട്ടുച്ച വെയിലും. ഓഫ് ഡേ ആയിരുന്നുകൊണ്ട് നേരം വെളുത്തതോ ഉച്ചയായതോ ഒന്നും ഞാൻ അറിഞ്ഞില്ല. എന്തായാലും എണീറ്റ് വന്നതല്ലേ, ഒരു ഇൻസ്പെക്ഷൻ ആവാമെന്ന് വിചാരിച്ചു. നമ്മൾ ഇന്നലെ നട്ടുകൊടുത്ത ബട്ടർഫ്ലൈ പ്ലാന്റ് അത്ര ഉഷാറൊന്നും ആയിട്ടില്ല കേട്ടോ. ചെറുതായിട്ട് പൊടിപ്പോളൊക്കെ വരുന്നുണ്ട്, സെറ്റാവും എന്തായാലും. പക്ഷെ നമ്മുടെ കാക്കപ്പൂ ചെടി, എനിക്ക് അതിനോട് ക്രഷ് തോന്നുന്നുണ്ടോ എന്ന് വരെ സംശയമാണ്. കാരണം അത്ര ക്യൂട്ടായിട്ടാണ് നിൽക്കുന്നത്. ഞാനിപ്പോൾ ഫുൾ ടൈം അതിനെ ചുറ്റിപ്പറ്റിയാണ് നടക്കുന്നത്. അതുപോലെ ഇതും ബട്ടർഫ്ലൈ പ്ലാന്റിൻ്റെ തന്നെയാണ് കേട്ടോ. എന്തായാലും വെച്ചിട്ടുണ്ട്. മറ്റേത് സെറ്റ് ആയില്ലെങ്കിൽ നമുക്ക് ഇതിനെ വെക്കാമെന്നുള്ളൊരു പ്ലാനാണ്. ഇത് ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെയാണ് കേട്ടോ. മുളക്കോന്നൊന്നും പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല, എന്നാലും വെച്ച് നോക്കിയതാണ്. പക്ഷെ മുളച്ചിട്ടുണ്ട്. അതുപോലെ ഇത് വിങ്കാ റോസിൻ്റെ ചെടികളാണ് കേട്ടോ. തൈകളല്ല, കമ്പ് കൊണ്ട് കുഴിച്ചിട്ടിരിക്കുകയാണ്. അതും നല്ല സെറ്റായിട്ടിരിക്കുന്നുണ്ട്. അപ്പോഴാണ് നമ്മുടെ മാവുമ്മക്ക് ഞാൻ ശ്രദ്ധിക്കുന്നത്. നല്ലോണം മാങ്ങിണ്ടായിട്ടുണ്ട് ഇപ്രാവശ്യം. പൊട്ടിക്കാറായിട്ടുണ്ട് എല്ലാവരും. അങ്ങനെ നടക്കുന്ന സമയത്താണ് ഈ ചെടി എൻ്റെ കണ്ണിൽ പെട്ടത്. സത്യം പറഞ്ഞാൽ ഇതിവിടെ ഉണ്ടായിരുന്നു എന്ന് പോലും എനിക്കറിയില്ല. കുറച്ച് ദിവസമായിട്ട് അതങ്ങനെ നിൽക്കണം ഞാൻ കാണാറുണ്ടായിരുന്നു. പക്ഷെ അതിൽ പൂവ് വന്നപ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ ഇത്രയും ക്യൂട്ടാണ് ഈ ചെടിയെന്ന് എനിക്ക് മനസ്സിലായത്. അതിൻ്റെ പൂവ് കണ്ടിട്ട് എനിക്ക് നല്ല ഇഷ്ടമായി. പിന്നെ അതിനവിടെ അങ്ങനെ നിർത്താൻ എനിക്ക് തോന്നിയില്ല. വേഗം ഒരു ചട്ടി എടുത്ത് അതിൽ മാറ്റി കേട്ടോ. മണ്ണൊക്കെ നിറച്ച് വേഗം നട്ടു വെച്ച് കൊടുത്തു. എന്തായാലും ഞാനിതിനിങ്ങനെ വെക്കില്ല, ഹാങ്ങിങ് പ്ലാന്റ് ആക്കാൻ തന്നെ വിചാരിക്കണത്. ഇപ്പോൾ തൽക്കാലം അതങ്ങനെ ഇരിക്കട്ടെ. കുറച്ച് പൊടിപ്പൊക്കെ വന്നൊന്ന് സെറ്റായതിന് ശേഷം നമുക്ക് വേറെ ചട്ടിയിലേക്ക് മാറ്റി കൊടുക്കാം.